KPCC അധ്യക്ഷ പദവിയിൽ കടിച്ചു തൂങ്ങില്ലെന്ന് കെ സുധാകരൻ. AICCക്ക് ആരെ വേണമെങ്കിലും അധ്യക്ഷനാക്കാം. CPIM വിരുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടി താൻ പ്രവർത്തിക്കും. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും കെ സുധാകരൻ പറയുന്നു. എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICCക്ക് ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ രാഷ്ട്രീയം CPMനെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ്, പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം. അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. മാനമായ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ അനിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അതിനകത്ത് വലിയ പാളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ല, ആ മീറ്റിംഗിൽ ഇരുന്ന ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്നറിയില്ല. DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും കെ സുധാകരൻ പറയുകയാണ്. NM വിജയന്റെ കുടുംബത്തെ താൻ സന്ദർശിക്കും. സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ന്യായമായ ബാധ്യതയാണെങ്കിൽ അത് ഏറ്റെടുക്കുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. എനിക്ക് വേറെ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല. എന്നിൽ നിന്ന് ചെയ്യാവേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഞാൻ അതിൻ്റെ അകത്ത് അവർക്ക് അനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുടുംബത്തോട് സഹതാപമുണ്ട്. ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ട്. സഹകരിക്കലല്ല, അതിനോട് എന്താ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കും. നിയമപരമായി ഇങ്ങനെ അതിനെ പ്രതികരിക്കണമെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു വന്നയാളാണ്. എന്തായാലും അതിനകത്ത് വീഴ്ചയുണ്ട്, അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിപ്പം കോൺഗ്രസിന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഒരുപാട് പാളിച്ചകളും പോരായ്മകളും ഉണ്ട്. സഹകരണ രംഗത്തെ പ്രവർത്തനത്തിന്, ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അതൊരു വലിയ ഭീഷണിയായി വളർന്നു വരികയാണ്. സജോ ദേവസ്യാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സജോ, ഇതിൽ സഹകരണ മേഖലയിലെ പൊതുവൽക്കരിച്ച് പറഞ്ഞതാണെങ്കിലും ഈ വിഷയത്തിൽ നേതൃത്വത്തിന് പിഴവുണ്ടായി എന്ന് KPCC അധ്യക്ഷൻ ഇന്ന് സമ്മതിക്കുകയാണ്. ഹാഷ്മി, ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ വയനാട് DCCക്കും നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് KPCC അധ്യക്ഷൻ എന്നാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെ ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ നീക്കത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം അതൊരു രാഷ്ട്രീയ നീക്കമാണ്. തന്നെ കണ്ട് ഇനി ഏതെങ്കിലും നിലയ്ക്ക് തന്റെ മൊഴി രേഖപ്പെടുത്തണം, തന്നെ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെങ്കിൽ അന്വേഷണ സംഘം തന്നെ വന്ന് കണ്ട് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ബോധ്യപ്പെടുത്തട്ടെ, അപ്പോൾ മാത്രമായിരിക്കും സഹകരിക്കണമോ എന്ന കാര്യത്തിൽ ആലോചന ഉണ്ടാവുക. ആ കാര്യത്തിൽ ന്യായമായ കുടുംബത്തിന്റെ സംഭവിച്ച കാര്യങ്ങളിൽ സഹതാപമുണ്ട്. കുടുംബത്തിന്റെ ബാധ്യത ന്യായമെങ്കിൽ അത് ഏറ്റെടുക്കും എന്ന് പറയുന്നു. പക്ഷേ അന്വേഷണം തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. അതിന് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിലെന്ത് തീരുമാനമെടുക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. ഒപ്പം ആ കുടുംബത്തെ നേരിൽ പോയി സന്ദർശിക്കും. ഈ കാര്യത്തിൽ വീഴ്ചയുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെയും ആ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളെ അതിന് രാഷ്ട്രീയ നീക്കമാണ്, രാഷ്ട്രീയ പ്രേരിതമായ നടപടി മാത്രമായി അദ്ദേഹം കാണുകയും ചെയ്യുകയാണ്. ആഷ്മി, സജോ ദേവസ്യാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.